ജോർദാൻ എത്യോപ്യ സന്ദർശനങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മസ്കറ്റിലെത്തുക. ഇന്ത്യയും ഒമാനും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 70ാം വാർഷിക വേളയിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി മസ്കറ്റിലെത്തുന്നത്. വാണിജ്യ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഒമാൻ സുൽത്താനുമായി ചർച്ച ചെയ്യുമെന്ന് യാത്ര പുറപ്പെടും മുമ്പ് നരേന്ദ്രമോദി അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒമാനിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ 2ാം ഒമാൻ സന്ദർശനമാണ് ഇത്തവണത്തേത്. വ്യാപാര വാണിജ്യ ബന്ധത്തിനൊപ്പം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്ന നടപടികളും സന്ദർശനത്തിലുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2023 ഡിസംബറിൽ ഒമാൻ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഇതിന്റെ തുടർ ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലുണ്ടാകും. ഊർജം, പ്രതിരോധം, സുരക്ഷ, സാങ്കേതികവിദ്യ, കൃഷി, നിക്ഷേപം, സംസ്കാരം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്ന ചർച്ചകളും സന്ദർശനത്തിലുണ്ടാകുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.